നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മലയാളികളിൽ രണ്ടാമത്തെ ആളാണ് അങ്ങനെ ഒരു അവാർഡ് വാങ്ങുന്ന ആൾ. 2004 അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ലാലേട്ടന് നമ്മുടെ മലയാളത്തിലേക്ക് ഈ അവാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 8 ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് ലാലേട്ടൻ. അങ്ങനെ മലയാളത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഇപ്പോൾ ദേശീയ അവാർഡുകളായാലും അതുപോലെ തന്നെ പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ലാലേട്ടൻ നേടിയത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. അത് കൂടാതെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഈ അവാർഡ് നേടുന്ന 5ാമത്തെ ആക്ടർ കൂടിയാണ് ലാലേട്ടൻ. ഇപ്പോൾ രജനീകാന്ത് ആയാലും ശിവാജി ഗണേശനായാലും മക്കിനി രാഗേശ്വർ റാവു ആയാലും ബാക്കി അവരെല്ലാം കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ ആളായിട്ട് നമ്മുടെ കന്നഡ രാജ്കുമാർ സാറ് അവരെല്ലാം കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ ആളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ഇതെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. കാര്യം 47 വർഷം മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം സാധാരണഗതിയിൽ ഇപ്പോൾ അമിതാഭ് ബച്ചന് വരെ കിട്ടിയത് 2018 അദ്ദേഹത്തിന് ഒരു 78-80 വയസ്സ് ആ റേഞ്ച് എത്തിയപ്പോഴാണ് കിട്ടിയത്. എന്നാൽ ലാലേട്ടന് ഇത്രയും ചെറിയ പ്രായത്തിൽ, അതായത് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായമാണ് 65. ആ വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ പ്രായമാണ്. ആദ്യമായി കിട്ടിയ ദേവിക റാണിക്കൊക്കെ 61 വയസ്സിലാണ് കിട്ടിയത്. അല്ല അതിനുശേഷം മിക്ക ആൾക്കാർക്കും കിട്ടുന്നത് 70 വയസ്സിനും ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കിട്ടി എന്നുള്ളത് നമ്മളെല്ലാവരെയും വളരെ നന്നായി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇത്തരം വിസ്മയങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ ലാലേട്ടന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് അവാർഡുകളും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ മോഹൻലാൽ തുടരട്ടെ.